പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഈ അൾത്താരയിൽ ഞങ്ങളെ ഇന്ന് നിർത്താൻ ഇടയാക്കിയതിന് ഓർത്ത് ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഭർത്താവ് അഗസ്റ്റിൻ, ഇത് ഞങ്ങളുടെ മകൻ ആദം. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് 16/4/2022 ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ പ്രധാന സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് എനിക്ക് മക്കളില്ലായിരുന്നു. ആ 1 വർഷത്തിനിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ 2 ഓവറിയിൽ എൻഡോമെട്രിയം സിസ്റ്റാണ്. എൻഡോമെട്രിയം സിസ്റ്റിൻ്റെ പ്രത്യേകത, അത് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് 1% പോലും ചാൻസ് അതിനില്ല. അതുമാത്രമല്ല, വിവാഹത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും കൊണ്ട് എനിക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. വളരെ വേദനയോടെയാണ് അതറിഞ്ഞത്. അതറിഞ്ഞ സമയത്ത് വളരെ വിഷമത്തോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ നടക്കൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ ഒരമ്മയും എൻ്റെ ഭർത്താവിനെ ഒരു അപ്പനുമാക്കി മാറ്റണമേ. അടുത്ത വർഷം എൻ്റെ കയ്യിൽ ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടായിരിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വലിയ വായിൽ കരഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞ് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് അത്രയും വേദനയോടെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ കടന്നുപോയി. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കൃത്യം 1 മാസം തികയുന്ന അന്ന് എനിക്ക് വെളുപ്പിനായപ്പോഴത്തേക്ക് അതികഠിനമായ വയറുവേദന തുടങ്ങി. ആ വയറുവേദന, ഛർദിൽ, തലകറക്കം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ഭയങ്കരമായിരുന്നു ആ വേദന. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഇൻഫ്ലമേറ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് ഡോക്ടർ പറഞ്ഞു. അത് ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടായിരുന്നു, അത് പൊട്ടുന്നൊരവസ്ഥ നിൽക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ആ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് എനിക്കെന്താ ഇപ്പോൾ ഈ ഓപ്പറേഷൻ വന്നത്? അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നിൻ്റെ കൂടെ മാതാവില്ലേ, മാതാവ് നമ്മുടെ നന്മയ്ക്കായിട്ടല്ലേ എല്ലാം ചെയ്യത്തോളം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ സർജറി കഴിഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. റൂമിൽ റൗണ്ട്സിന് ഡോക്ടർ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് അപ്പൻഡിക്സ് മൊത്തം പഴുപ്പായിരുന്നു, അത് എന്തുകൊണ്ടാണ് പൊട്ടാഞ്ഞതെന്ന് ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു. കാരണം അത്രയും ഒരു ഇൻഫ്ലമേഷൻ ആയിപ്പോയത് ഫുള്ളായിട്ട്. അപ്പോഴും ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി, ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണത് പൊട്ടാനത്, അല്ലെങ്കിൽ അത് വയറ്റിൽ തന്നെ പൊട്ടി അതെൻ്റെ ജീവന് ഒരു ആപത്താകുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും തലകറക്കും ഛർദിലും തുടങ്ങി. അപ്പോഴെനിക്ക് എന്താണെന്നറിയത്തില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന് വിറയൽ തുടങ്ങി, എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എല്ലാ ടെസ്റ്റും ചെയ്തതിന് ശേഷം ഡോക്ടർ എന്തൊരു ഡൗട്ടിൻ്റെ പുറത്ത് മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പ്രഗ്നൻസി എനിക്ക് പോസിറ്റീവായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല, മാതാവ് എനിക്ക് അത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഉടമ്പടി നിയോഗം സാധിച്ചു തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഡോക്ടർ പക്ഷേ വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല. ഡോക്ടർ ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഗൈനക്കിൻ്റെ അടുത്തേക്ക് വിട്ടു. ഗൈനക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞിന് 3 ആഴ്ച വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ 2 പേരും സന്തോഷിച്ചു. കാരണം എനിക്ക് ഓപ്പറേഷൻ നടക്കുന്നത് മെയ് 15-നാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 16-നാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. കാരണം കുഞ്ഞിന് 3 ആഴ്ച വളർച്ച ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഡോക്ടർ അങ്ങനെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, കുഞ്ഞിനെ വേണം, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഉറപ്പായിട്ടും വേണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇരുന്നു. ഡോക്ടർ പറഞ്ഞു, ഒരുപാട് കോൺസിക്വേഷൻസ് ഉണ്ട്, അനസ്തേഷ്യ തന്നതാണ്, ഒരിക്കലും പ്രഗ്നൻസി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഓപ്പറേഷന് മുമ്പ് അത് വേണ്ടെന്ന് വെച്ചിട്ടേ അത് ഓപ്പറേഷനിലേക്ക് കടക്കത്തോളായിരുന്നെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് വിഷമം തോന്നിയെങ്കിലും എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം, എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾ 2 പേരും തീരുമാനിച്ച് മുന്നോട്ട് പോയി. എൻ്റെ പ്രഗ്നൻസിയുടെ കാലയളവിലെല്ലാം ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറി ടൈം വന്നു. ഡെലിവറി 7-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട് കൊല്ലത്താണ്. അവിടെ പോയി ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യമേ എന്നോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോയതെന്ന് ചോദിച്ചു. നിങ്ങളോട് ഡോക്ടറൊന്നും പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു.
ഞാൻ എന്നിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അല്ല ഇങ്ങനെ അനസ്തേഷ്യയൊക്കെ തന്ന് ആ സമയത്ത് ഒരു ചെറുതല്ലായിരുന്നോ, അത് കളയേണ്ടതായിരുന്നു, അതായിരുന്നു നല്ലത്. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും, കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വളരെയേറെ വിഷമമായി ഞങ്ങൾക്ക് അങ്ങനെ ആ ഡോക്ടറും കൂടെ പറഞ്ഞപ്പം. പക്ഷെ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് ഉടമ്പടി മാതാവ് തന്നതാണ് ഈ കുഞ്ഞിനെ, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോയതെന്ന് പറഞ്ഞു. പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഹൈ ബി ആയി, ഡെലിവറി സമയത്ത് എനിക്ക് ഹൈ ബി ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ബി കൂടുന്നത് കൊണ്ട് ഒരിക്കലും നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ എന്ന് പറയുമ്പം എനിക്കത് പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നോർമൽ ഡെലിവറി തന്നെ തരണേ, സിസേറിയനിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ, എനിക്കത് പേടിയാണ് മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കയറ്റിയ സമയത്തും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകം എൻ്റെ വയറ്റിൽ വെക്കുകയും ചെയ്തു. എൻ്റെ കൂടെ എൻ്റെ ഡെലിവറിക്കായിട്ട് നിന്ന നേഴ്സുമാരിൽ 3 പേർ ഉടമ്പടി എടുത്തവരായിരുന്നു. അവരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. രാവിലെ 8 മണിക്ക് പെയിൻ വരാനുള്ള മരുന്നിട്ടിട്ട് എനിക്ക് ഡെലിവറി ആകുന്നില്ല. എൻ്റെ കൂടെയുള്ള 2-3 പേര് ഡെലിവറി കഴിഞ്ഞ് പോയിട്ടും എനിക്ക് മാത്രം ഡെലിവറി ആകുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ കുഞ്ഞിനെ ഇവിടുന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടേ പോകത്തുള്ളൂ, അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചിട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ, എനിക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടെ തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വൈകിട്ട് 5:30 ആയപ്പോൾ ഞാൻ പ്രസവിച്ചു. മോനായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത മോനെ എനിക്ക് മാതാവ് നോർമൽ ഡെലിവറിക്കൂടെ നൽകി അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിന് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് 1 വർഷത്തിലധികമായിട്ട് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. കഴുത്തിൽ നിന്ന് മുതുകിലേക്ക് പരക്കുന്നൊരു വേദനയായിരുന്നു. MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൻ്റെ D7 ഡിസ്ക് ബഡ്ജായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്നിട്ട് ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് സർജറി ചെയ്താലും നേരെ ആവില്ല, ഡിസ്കിൻ്റെ പ്രശ്നം ഇത് വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് എൻ്റെ 2ാമത്തെ നിയോഗത്തിൽ അതാണ് സമർപ്പിച്ചത്. മാതാവേ സർജറി ഇല്ലാതെ സുഖപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ആ കഴുത്തിൻ്റെ വേദന മാതാവ് പൂർണ്ണമായും മാറ്റിക്കൊടുത്തു. പിന്നെ 3ാമതായി പറയാനുള്ളത്, എൻ്റെ മകൻ ജനിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മകൻ്റെ വൃഷ്ണങ്ങൾ വലുതായിക്കൊണ്ടിരുന്നു. സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ അധികമായിട്ട് വൃഷ്ണങ്ങൾ വലുതായതുകൊണ്ട് ഞങ്ങളൊരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു പീഡിയാട്രിക് സർജനെ കാണിക്കാൻ പറഞ്ഞു. കാണിച്ച സമയത്ത് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഹൈഡ്രോസീൽ എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. വൃഷ്ണങ്ങളിൽ വെള്ളം കെട്ടി ആ വെള്ളം ഇരട്ടിയാകുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്ത് കളയേണ്ടി വരും, കാരണം ഇത് ഒരുപാട് അധികമായിട്ട് വെള്ളമുണ്ട്, സർജറി ചെയ്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ വളരെയധികം വേദനിച്ചു. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ നടക്കൽ ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മ തന്ന കുഞ്ഞാണ്, എൻ്റെ ഈ മോൻ്റെ ദേഹത്ത് കത്തി വെക്കാനുള്ള ഇടയമ്മ ഉണ്ടാക്കരുതേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മോനെയും കൊണ്ടുപോയി ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഓരോ മാസം ചെല്ലുന്തോറും എൻ്റെ മോൻ്റെ വൃഷ്ണം സാധാരണ പോലെ വന്നു. 6 മാസമായി പീഡിയാട്രിക് സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഈ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാതാവ് തന്ന ഒരു ഗിഫ്റ്റെന്ന് ഞാൻ പറയുന്നത് ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നെന്നാണ് ഞാൻ പറയുന്നത്. 2023 നവംബറിൽ എൻ്റെ കുഞ്ഞിന് 9 മാസം പ്രായമുള്ള സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ബ്രസ്റ്റിലൊരു ലംബ് കണ്ടു. ആ ലംബ് കണ്ട സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് അത് പാല് ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും, കുഴപ്പമില്ലയെന്ന് വിചാരിച്ചു. പക്ഷേ അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ വലുതായി എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു FNACക്ക് എടുത്ത് നോക്കാം. അങ്ങനെ FNACക്ക് എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഡെക്ടൽ കാർസിനോമ ലെഫ്റ്റ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാണ്, ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ആണെന്നാണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഫീഡിങ് ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും ഇങ്ങനൊരു ക്യാൻസറിൻ്റെ സാധ്യതയില്ലെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോഴെനിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു ഓങ്കോളജി ഡോക്ടറെ കണ്ടു. ഓങ്കോളജി ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം ഇത് ഫാസ്റ്റായിട്ടുള്ളതും അഗ്രസീവ് ടൈപ്പായിട്ടുള്ളതുമായ ഒരു കാർസിനോമയാണ്, HER2 പോസിറ്റീവാണിത്. ഇത് മാരകമായ ഒരു മെറ്റസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാതാവിനോട് സത്യം പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ മുമ്പ് ഒരുപാട് കരഞ്ഞു വീട്ടിൽ. എന്തിനാണ് മാതാവേ, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാനും എൻ്റെ അമ്മയെപ്പോലെ മരണപ്പെട്ടു പോകുമോ,
അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിപ്പോയി എനിക്ക്. എൻ്റെ ഭർത്താവ് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് കൃപാസനത്തിൽ പോവാം, നമുക്ക് ജോസഫച്ചനെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ധൈര്യപ്പെട്ട് വീട്ടിൽ ഇരുന്നു. ഡോക്ടർ പറഞ്ഞ് പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം, ഇത് എത്രത്തോളം ഉള്ളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു സ്റ്റേജ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ക്യാൻസർ നമുക്ക് സ്റ്റേജൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് ശരീരത്തിൽ വന്ന് 1-2 മാസം കൊണ്ട് ആൾ പോകുന്ന കണക്കിലുള്ള ക്യാൻസറാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറിൻ്റെതായ ഒരു ഭാഷയിൽ ഡോക്ടർ അത് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുക്കേണ്ടതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾ വന്നെന്ന് അച്ഛനില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, വാതിക്കൽ നിന്ന്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനില്ലെങ്കിൽ എന്താ, നമുക്ക് അമ്മയെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി. പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് ക്യാൻസർ തന്നെയാണ്. എൻ്റെ ബ്രസ്റ്റിലും കക്ഷത്തിലും ലിംബ് നോഡ്സിലും ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്നുള്ള റിസൾട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് നേരെ RCCയിലേക്ക് പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ ചെയ്തപ്പം ഡോക്ടറും പറഞ്ഞു, അവിടെ പറഞ്ഞ കണക്ക് തന്നെ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് 1.5 വർഷമാണ്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം വേണ്ടത് 8 കീമോയാണ്, പിന്നെ സർജറി വേണം, അത് കഴിഞ്ഞ് റേഡിയേഷൻ, അത് കഴിഞ്ഞ് 17 ഇഞ്ചക്ഷൻ ടാർഗറ്റഡ് തെറാപ്പി വേണമെന്ന് പറഞ്ഞ്. ഈ ടാർഗറ്റ് തെറാപ്പി എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് ബ്ലസ് ചെയ്ത് ഞാൻ കീമോയ്ക്ക് പോയി. അങ്ങനെ കീമോ ഒന്നാമത്തെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ, ശരീരത്തിൽ എവിടെയൊക്കെ സെൻസിറ്റീവ് ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങൾ മൊത്തവും അടർന്നു പോകും. വായ്ക്കകം അതുപോലെ എവിടെയൊക്കെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ അതെല്ലാം അടർന്നു പോകും. പിന്നെ പൈൽസിൻ്റെ പ്രശ്നം, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കീമോ എടുത്തിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. അങ്ങനെ ഒരുപാട് അനുഭവിച്ച് ഞാൻ കീമോ എല്ലാം പൂർത്തിയായി എൻ്റെ സർജറിയുടെ ഡേറ്റ് വന്നു. കഴിഞ്ഞ വർഷം ജൂൺ 8-ാം തീയതിയാണ് സർജറിക്ക് ഡേറ്റ് വന്നത്. സർജറിയുടെ ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിവിടെ ജൂൺ 5-ാം തീയതി ഞാനിവിടെ വന്നു. ജോസഫ് അച്ഛനെ കാണാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവരും തലയൊക്കെ വെച്ച് ബ്ലസ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് അച്ഛനോട് പറയണമെന്നുണ്ട്, എൻ്റെ സർജറിയാണ്. കാരണം എനിക്ക് പേടിയാണ് സർജറി. ഞാൻ ഓരോരുത്തരെ അവിടെ കണ്ടിട്ടുണ്ട് സർജറി ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഭീകരാവസ്ഥയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ. അപ്പം ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്. അന്നേരം അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്തിട്ട് അച്ഛൻ ഒരു പ്രാർത്ഥന പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഈ മകളെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകുന്ന ഡോക്ടറെയും ഇവളെ ശുശ്രൂഷിക്കാൻ പോകുന്ന നേഴ്സുമാരെയും എല്ലാം കർത്താവെ അങ്ങയുടെ തിരുരക്തം ഒഴിച്ച് കഴുകണമേ. നിൻ്റെ കൂടെ മാതാവും ഈശോയും വരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, നിൻ്റെ ഓപ്പറേഷൻ സുഖമായി നടക്കുമെന്ന് അച്ഛൻ എൻ്റെ തലയൊക്കെ വെച്ച് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അച്ഛനോട് ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഓപ്പറേഷന് പോകാനായിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അച്ഛൻ എനിക്ക് തന്ന ആ ബ്ലെസ്സിങ് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് സന്തോഷത്തോടെ RCCയിലേക്ക് പോയി. ആ വാർഡിലുള്ള എന്നെപ്പോലുള്ള എല്ലാ രോഗികളും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ മാത്രം സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്താ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത്? സർജറി അല്ലേ, നിനക്കത് ബ്രസ്റ്റ് റിമൂവ് ആക്കുമല്ലേ, നിനക്ക് 30 വയസ്സല്ലേ ഉള്ളൂ, നിനക്ക് ബ്രസ്റ്റ് റിമൂവ് ആക്കുമ്പോൾ പേടിയില്ല? ഞാൻ അന്നേരം എല്ലാം പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അക്രൈസ്തവരായ എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞു. ഞാൻ സർജറി ചെയ്തു. എൻ്റെ സർജറി കഴിഞ്ഞുള്ള അവസ്ഥ അതികഠിനമായ വേദനയും കാര്യങ്ങളും എല്ലാം കടന്നുപോയി. സർജറി കഴിഞ്ഞ് 33-ാമത്തെ ദിവസം എൻ്റെ നട്ടലിനൊരു വേദന വന്നു. ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ളൊരു വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. MRI എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, സോണി ഇതിലൊരു നൊഡൂൾ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അതെന്താണെന്ന് അതിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു നൊഡൂൾ കാണിക്കുന്നുണ്ട്, നമുക്ക് വീണ്ടും ഒരു പെറ്റ് സ്കാൻ എടുത്ത് നോക്കാം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പെറ്റ് സ്കാൻ എടുക്കണ്ട, ഒരു MRI കൂടെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, ഇത് സ്പ്രെഡിങ് ഉണ്ടോ എന്ന് നോക്കണം, സ്റ്റേജ് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇത് വീണ്ടും വന്നോ? കാരണം ഒരു ദുരിതത്തിൽ നിന്ന് ഇങ്ങനെ കരകയറി വരുന്നതേ ഉള്ളല്ലോ, ഇനി വീണ്ടും വന്നാൽ എങ്ങനെയാണ്, എനിക്കത് സഹിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ച് ഡോക്ടറോട് ഞാൻ പറഞ്ഞു പെറ്റ് സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ വീട്ടിൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട്. ഞാൻ ആ രൂപത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ ജീവിച്ചോട്ടമ്മേ, അമ്മയുടെ മോൻ്റെ കൂടെ 33 വർഷം ജീവിച്ചില്ലേ,
എൻ്റെ മകൻ്റെ കൂടെ ഞാനൊരു 5 വർഷം ജീവിച്ചോട്ട് മാതാവേ, എനിക്കതിൽ കൂടുതൽ വേണ്ട എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. എന്തായാലും ഞാൻ സഹിക്കാനുള്ള കൃപ തരണേന്ന് പറഞ്ഞാണ് പെറ്റ് സ്കാനിന് പോയത്. പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, സോണി ഒന്നും പേടിക്കാനില്ല, ആ നോഡ്യൂൾ അവിടെ ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഉടമ്പടി എടുത്തിട്ട് നിനക്ക് അസുഖം വന്നത്, ഉടമ്പടി എടുത്തിട്ട് നിനക്ക് എന്താണ് രോഗം വന്നത്, സഹനം വന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് ആ രോഗസൗഖ്യം കിട്ടിയപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കാർക്ക് സഹനം തരില്ല, നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം ഈ ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്ക് തന്നത് നമ്മുടെ ജീവനെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവരോടെല്ലാം ആ വചനം അച്ഛൻ പറഞ്ഞ ടോക്ക് കേൾക്കാൻ പറയും, അതിനെ സംബന്ധിച്ച വചനങ്ങൾ പറയും. പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലുതായിരുന്നു ആ രോഗസൗഖ്യം. കാരണം അത് 100% ക്യാൻസറാണെന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു. അതിനുശേഷം എൻ്റെ റേഡിയേഷൻ കംപ്ലീറ്റായി, എൻ്റെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷൻ 17 കംപ്ലീറ്റായി. ഇനി എനിക്ക് ഫസ്റ്റ് ചെക്കപ്പിനായിട്ട് പോകേണ്ടത് അടുത്ത മാസം 8-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത്, എന്നെപ്പോലെ അസുഖമുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ കൂടുതലും മാതാവിനെ പറ്റി പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് അക്രൈസ്തരായ സഹോദരങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഓരോരുത്തർക്ക് കൊടുക്കും. എന്നെക്കൊണ്ട് സാധിക്കുന്ന കണക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കണക്ക് മറ്റുള്ളവരെ സഹായിക്കും. ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കുടുംബത്തിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. 91-ാം സങ്കീർത്തനം 14-15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സോണിയ അഗസ്റ്റിൻ എന്ന ഈ സഹോദരി സഹന തീച്ചുളയിലൂടെ കടന്നുപോയപ്പോൾ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെയാണ് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കണ്ണു നനയാതെ നാം ആരും ഈ സാക്ഷ്യം കേട്ടിരിക്കില്ല. അത്ര കണ്ട് ദൈന്യതകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഈ മകൾ കടന്നുപോയത് ഓരോ വാക്കിലും മകൾ നമുക്ക് അത് പകർന്നു തരുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന തിരിച്ചറിഞ്ഞ് ജീവിച്ച നാളുകളിലാണ് അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. അത് ഡോക്ടർമാർ പലരും ഇനി അതങ്ങനെ പ്രതീക്ഷ വേണ്ട എന്ന് മകളോട് ഉറപ്പ് പറയുമ്പോഴാണ് അമ്മയിൽ ആശ്രയിച്ച് ഒത്തിരി ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകുന്ന കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ കൃപ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്ന ഉടമ്പടി എടുക്കുക. മകൾ പറയുന്നു, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, 1 മാസം എത്തുന്നതിന് മുമ്പ് മകൾ കലശലായ വയറുവേദനയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകുമ്പോൾ അത് അപ്പൻഡിസൈറ്റിസ്, അത് പഴുത്ത് അതിൻ്റെ ഓപ്പറേഷന് വിധേയയാകേണ്ടി വരുന്നു. മകൾ പറയുന്നുണ്ട്, ഡോക്ടർമാരത് എന്തുകൊണ്ടത് പൊട്ടി ഒലിച്ചില്ല എന്നതിനെക്കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അത്ര കണ്ട് അത് പഴുത്ത് വല്ലാത്ത അവസ്ഥയിലാണ് അവരകത്ത് കാണുന്നത്. മകൾ അതിന് കൊടുത്ത ഉത്തരം വളരെ കൃത്യമാണത്. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ ഉദരത്തിൽ ഓരോ നിമിഷവും ഞാനത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം ആരൊക്കെ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി അത് അനുഗ്രഹത്തിന് അടയാളമാകുമെന്ന ബോധ്യത്തോടു കൂടി ഉപയോഗിക്കുന്നുവോ അവർക്കെല്ലാം അത് വലിയ അനുഭവമായി തീരുന്നത് ഓരോ നിമിഷവും ഈ സാക്ഷി കൂടാരത്തിൽ എടുത്തു പറയുന്ന വസ്തുതയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും മകൾക്കാകെ ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ആദ്യത്തെ ഓപ്പറേഷൻ വിജയമായി രോഗസൗഖ്യം ലഭിച്ചു, അപകടമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ആശ്വാസത്തിനും സന്തോഷത്തിനും അതിൻ്റെ വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് വീണ്ടും ശാരീരിക അസ്വസ്ഥതയുമായി ആശുപത്രിയിൽ ചെല്ലുക.
ഡോക്ടർ സാധാരണ പോലെ എല്ലാം പരിശോധിച്ചിട്ട് യാതൊരു പ്രശ്നവും കാണുന്നുമില്ല. പിന്നീടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക. ഡോക്ടർ മകളെ വാക്യത്തിൽ പറഞ്ഞു, അത് ഡോക്ടറിന് ഒരു സന്തോഷവും തോന്നിയില്ല. എന്നോട് പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം എനിക്കുള്ളിൽ തോന്നിയപ്പോൾ ഡോക്ടറിൻ്റെ മുഖം മ്ലാനമായിരുന്നു. പിന്നീട് ഗൈനക്കിലേക്ക് വിട്ടു. ഗൈനക്കും അത് പരിശോധന വെരിഫൈ ചെയ്തുകൊണ്ട് ഒട്ടും സന്തോഷമില്ലാതെ എന്നെ നോക്കിയിരുന്നു. കാരണം ഉള്ളിൽ ഉരുവായിരിക്കുന്നൊരു കുഞ്ഞിനെ ഏതൊക്കെ തരത്തിൽ ദോഷകരമായി ബാധിക്കാമോ അതെല്ലാം ആ ശരീരത്തിൽ ആ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ആളെ മയക്കിയിട്ടുണ്ട്, വലിയ കടുത്ത ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉദരത്തിലൊരുവാകുന്നൊരു കുഞ്ഞിന് വളരെ ഗുരുതരമായ രീതിയിൽ ഭവിഷ്യത്തുണ്ടാക്കാനാവുക, അതെല്ലാം കൊടുത്തതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് മൂന്നാഴ്ചയിൽ ആൾ പ്രഗ്നൻ്റ് ആണെന്ന്. പ്രിയമുള്ളവരെ, മകൾ അവരെല്ലാവരും കുഞ്ഞിനെ കളയുവാൻ വേണ്ടി പറയുമ്പോൾ എൻ്റെ ഉടമ്പടി മാതാവ് നൽകിയതുകൊണ്ട് ഉടമ്പടി മാതാവ് സംരക്ഷിക്കുമെന്ന നല്ല ബോധ്യത്തിലും വിശ്വാസത്തിലും ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഇതാണ് ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുള്ള വിശ്വാസം. എന്തെങ്കിലും കേൾക്കുമ്പോഴുള്ള ഭയപ്പാടല്ല, മറിച്ച് അമ്മയുടെ കരങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നൽകുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ അതിലുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മകളുടെ എല്ലാ സാധ്യതകളും 2 ഡോക്ടർമാരും ആവർത്തിച്ച് പറഞ്ഞതൊക്കെയും ഈ കുഞ്ഞിനുണ്ടാകാവുന്ന വന്നു ഭവിക്കാവുന്ന ജനിതക വൈകല്യങ്ങൾ, അംഗവൈകല്യങ്ങൾ, ബൗദ്ധികമായ കുറവുകൾ എല്ലാം ആവർത്തിച്ച് എത്രത്തോളം പേടിപ്പിക്കാമോ അത്രത്തോളം പേടിപ്പിക്കുമ്പോഴും മകള് ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഇത് ഉടമ്പടി മാതാവ് നൽകിയതാണ്, ഇതിനെ ഞങ്ങൾ കൈവിടത്തില്ല. അതിനാണ് ശരിക്കും അമ്മ മാതാവിൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെടുന്നത്. നമ്മൾ നിലപാടെടുക്കേണ്ട അവസരങ്ങളിൽ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ട അവസരങ്ങളിൽ യാതൊരു സാധ്യതയും ഒരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ എൻ്റെ ഉദരത്തിന് കപ്പാസിറ്റി ഇല്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിന് ശേഷം എൻ്റെ പ്രാർത്ഥനയിലൂടെ, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ ഉരുവായെങ്കിൽ അത് ഏത് തരത്തിലുരുവായോ അതിനെ അവസാനം വരെ സംരക്ഷിക്കുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഏറ്റവും ദോഷകരമായ സാഹചര്യത്തിൽ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിലുള്ള എന്നേക്കുമുള്ള കയ്യൊപ്പാണ്. മകൾ വീണ്ടും 7ാമത്തെ മാസം കഴിയുമ്പോൾ മറ്റൊരു ഡോക്ടറെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി കാണിക്കുമ്പോഴും ആ ഡോക്ടറും എന്തുകൊണ്ട് നിങ്ങളിതിനെ ആദ്യം മുതൽ ചുമന്നുവെന്നാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് കളഞ്ഞില്ലെന്നാണ് ചോദിക്കുന്നത്. കാരണം വൈദ്യശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. അവർ കൊടുത്ത മരുന്നും അവർ ചെയ്യുന്ന ചികിത്സയും പഠിച്ച പാഠപുസ്തകത്തിലെ വാചകങ്ങളും മാത്രമേ അവരെ നയിക്കത്തുള്ളൂ. ഒരു വിശ്വാസിയെ മാത്രമേ ഇതിനെയെല്ലാം അതിലംഘിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയത്വം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കത്തുള്ളൂ. അതാണ് സഹോദരി പറയുന്നത്, ഈ കുഞ്ഞിന് എന്തുണ്ടെങ്കിലും ഇത് അമ്മ മാതാവ് നൽകിയതാണ്, അമ്മയ്ക്കറിയാം എൻ്റെ കരങ്ങളിൽ ഇതിനെ എങ്ങനെ നൽകണമെന്ന്. സുന്ദരമായിട്ട് മകൾ ആ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. അവസാനം അവർ പറയുന്നു, BP കൂടുതലാണ്, സാധാരണ ഡെലിവറി നടക്കില്ല, CS വേണം എന്നൊക്കെ പറയുമ്പോഴും മകളത് അമ്മയോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാതാവേ നീയാണ് ആശ്രയം, നിൻ്റേതാണ് ഈ കുഞ്ഞ്, നീയാണ് ഇതിൻ്റെ കണ്ണു തുറന്ന് എന്നെ കാണുവാൻ അനുവദിക്കേണ്ടത്, അതുകൊണ്ട് നിൻ്റെ കരങ്ങളിൽ എൻ്റെ സാഹചര്യത്തെ മുഴുവനും ഏൽപ്പിക്കുന്നുവെന്ന. ആരോഗ്യമുള്ള, ഓമനത്വമുള്ള, യാതൊരു കുറവുമില്ലാത്ത ആ കുഞ്ഞ് ഈ കരങ്ങളിൽ നിന്ന് കൊഞ്ചുമ്പോൾ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം. അമ്മ മാതാവിലൂടെ ഈ കുടുംബത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹം, ഈ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞിടത്ത് ഏറ്റവും ദോഷകരമായ മരുന്നുകൾ ശരീരത്തിൽ പ്രവേശിച്ചു പറ്റില്ലെന്ന് പറഞ്ഞിടത്ത് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് അത്ഭുതകരമായി ഈ ദമ്പതികൾക്ക് നൽകിയതിന് അമ്മ മാതാവിന് തിരിക്കുമാരും നമുക്ക് നന്ദി പറയണം. വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിച്ചു, ആ സഹോദരന് വന്ന ഡിസ്കിൻ്റെ ബൾജ് അത് മാറിക്കിട്ടിയത്. ഏറ്റവും ഒടുവിൽ തൻ്റെ ക്യാൻസർ രോഗത്തെ സഹോദരി സൂചിപ്പിച്ചു. ഒരിക്കലും ക്യാൻസർ വരാത്തൊരു ജീവിതാവസ്ഥയാണ് കുഞ്ഞിന് മുലപ്പാൽ കുടിക്കുന്ന നാളുകളിൽ. ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ വരാറില്ല. ആ സാഹചര്യത്തിലാണ് തനിക്ക് ക്യാൻസർ ബാധിതയാവുന്നത്. ഇനി അതാകുന്ന നിമിഷം മുതൽ തീവ്രമായ അതിൻ്റെ വേദനകളിലും വലിയ ഗൗരവമുള്ള
അതിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടുമ്പോൾ ആകെ വിശ്വാസം എൻ്റെ ഉടമ്പടി ജീവിതം ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മറ്റെന്തിനേക്കാളും എൻ്റെ കൃപാസന മാതാവിൽ ഉറപ്പുണ്ട്. അമ്മയാണ് കാണുന്നതെങ്കിൽ അമ്മയ്ക്ക് കൈകാര്യം ചെയ്യുവാൻ അറിയാം. അമ്മ തിരുക്കുമാറിനൊപ്പം നിന്ന് എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കും. 2-3 കാര്യങ്ങൾ മകൾ ആ ക്യാൻസർ എപ്പിസോഡിൽ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, അച്ഛനെ കാണാൻ വന്നു, അച്ഛനൊന്നില്ലായിരുന്നു, നിരാശപ്പെട്ടല്ല പോയത്, മറിച്ച് അമ്മ മാതാവിനെ കണ്ട് അമ്മയെ കണ്ട് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തിരികെ സന്തോഷത്തോടെ ചികിത്സയ്ക്ക് പോയി. ഓപ്പറേഷൻ നിശ്ചയിച്ചു. അച്ഛനെ കാണാൻ വന്നു. അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അച്ഛൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകി. ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ, ശുശ്രൂഷിക്കുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾ പറയുന്നു, ഞാൻ നിരാശപ്പെട്ടോ സങ്കടപ്പെട്ടോ ഇവിടുന്ന് പോയില്ല, മറിച്ച് എൻ്റെ ഉള്ളിലെന്താണോ, എൻ്റെ രോഗമെന്താണോ, കടന്നു പോകുന്ന മണിക്കൂറുകൾ എന്താണോ, അത് മുഴുവനെയും കണ്ടറിഞ്ഞുകൊണ്ട് അമ്മയിൽ നിന്ന് സന്ദേശം സ്വീകരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പോയത്. അവിടെ ചെന്നിട്ട് ഞാൻ മാത്രം ഓപ്പറേഷന് വേണ്ടി എല്ലാവരെക്കാളും സന്തോഷത്തോടെ കാത്തിരുന്നു. എന്നെ അമ്മ മാതാവ് കാത്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എന്നെ നയിച്ചിരുന്നു. വീണ്ടും നട്ടലിൽ മറ്റൊരു നൊടികൾ വരുമ്പോൾ അതൊരു ക്യാൻസറിൻ്റെ സാധ്യത എല്ലാവരും പറയുന്നു. അപ്പോഴും വീണ്ടും അമ്മ മാതാവിൽ തന്നെ ശരണപ്പെടുന്നു. ഉടമ്പടി തൈലം പൂശുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അമ്മയുടെ അരികിൽ വന്നിട്ട് കണ്ണീരോടെ കൊടുത്ത് പറയുന്നുണ്ട്, അമ്മ 31 വർഷം മകനൊപ്പം ജീവിച്ചു, എനിക്കൊരു 5 വർഷം മതി മകനൊപ്പം ജീവിക്കുവാൻ, അമ്മ എനിക്ക് അനുവദിക്കണം. അതൊരു മകളുടെ അവകാശമാണ്. ഉടമ്പടിയിൽ വിശ്വസ്തതയിൽ ജീവിക്കുന്ന മകൾ അവകാശത്തോടെ പറയുന്നു, അമ്മ മകനെ പൊറ്റിയതുപോലെ എൻ്റെ കുഞ്ഞിനെ ചുവടുറപ്പിക്കുന്നത് വരെ എനിക്ക് ആയുസ് നീട്ടിത്തരണം. ഇതിവിടെ മരണം കൊണ്ട് അവസാനിക്കുവാനുള്ളതല്ല, ദൈവനാമം മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. അതാണ് രണ്ടാമത് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ശരീരത്തിലെങ്ങും ക്യാൻസറിൻ്റെ യാതൊരു സെൽസുമില്ലെന്ന് റിപ്പോർട്ട് നൽകി, ആരോഗ്യവതിയാണെന്ന് കൺഫർമേഷൻ നൽകി മകളെ പറഞ്ഞയക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം വളരെ ഗൗരവമുള്ള ഒരു സാക്ഷ്യമാണ്. ഇതൊരു മെഡിക്കൽ സാക്ഷ്യമാണ്. അതിൻ്റെ രോഗനാളുകളിൽ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ലഭിച്ചുവെന്നും അത് ഓരോ നിമിഷവും എങ്ങനെ സൗഖ്യത്തിലേക്ക് നയിച്ചുവെന്നും, അസാധ്യമെന്ന് കരുതിയത്, മാറില്ലെന്ന് കരുതിയത്, മരണത്തിലേക്ക് നയിക്കുമെന്ന് കരുതിയത് എങ്ങനെ ജീവനെയും ജീവിതത്തെയും തിരികെ പിടിക്കും വിധം വിശ്വാസത്തെ ബലപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കുടുംബത്തെ എങ്ങനെ സഹായിച്ചുവെന്ന് ലോകത്തോട് പറയുന്ന സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് സാധ്യമാണ്. നമുക്കിന്ന് നടക്കില്ലെന്ന് കരുതുന്നത്, മാറില്ലെന്ന് കരുതുന്നത്, അവസാനിച്ചുവെന്ന് കരുതുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഉടമ്പടി പ്രകാരം ജീവിച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടി പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഏറ്റവും വിശ്വസ്തയോടെ പ്രയോഗിക്കുമ്പോൾ അത് നമുക്ക് സൗഖ്യത്തിനും സംരക്ഷണത്തിനും ഉയർച്ചയ്ക്കും സഹായത്തിനും വിജയത്തിനും കാരണമാകും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്ക് സന്തോഷത്തോടെ നന്ദിയോടെ അമ്മ മാതാവിന് തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.